ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി വെറുതെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കുക. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുക്കാം. 2 പച്ചമുളക് നമുക്ക് എടുക്കാം നീളത്തിലരിഞ്ഞ്. അതുപോലെ തന്നെ ഒരു ചെറിയ സബോള നീളത്തിലരിഞ്ഞിട്ടുണ്ട്. 4-5 ചുവന്നുള്ളി നമുക്ക് നീളത്തിലരിഞ്ഞെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നമുക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് സ്വാദ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കാനഡയിലായതുകൊണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായി തിരുമ്മിയെടുക്കാം. കൈ വെച്ച് നമുക്ക് നന്നായി തിരുമ്മി ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൈ കൊണ്ട് എന്തോരം നന്നായി തിരുമ്മിയെടുക്കുന്നോ അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നന്നായി തന്നെ തിരുമ്മിയെടുക്കണം. അപ്പം ഞാനതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയും സബോളയും എല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ ആ അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊക്കെ വലിയൊരു ചുവന്നുള്ളിയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നമുക്കത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞേക്കുന്ന വെള്ളമാണിത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മുടെ പുളി വെള്ളം ചേർത്തതിന് ശേഷം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റോളം ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അധികം നേരം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം.
ഇപ്പോൾ ചെമ്മീൻ ഒരു 4-5 മിനിറ്റോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നത്. തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറിയ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടാം. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വേഗം താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്